നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾക്ക് എന്തെങ്കിലും വളഞ്ഞ ബുദ്ധി മനസ്സിലുണ്ടെങ്കിൽ ഇത്ര പരസ്യമായിട്ട് രംഗത്ത് വരുമോ? അതും സ്നേഹസദനം പോലെ നമുക്കെല്ലാവർക്കും ബന്ധമുള്ള ഒരു സ്ഥലത്ത്. അതും അവളുടെ ബുദ്ധിയാണെങ്കിലോ അച്ഛാ, ഇത്ര പരസ്യമായിട്ട് വരുമ്പോ അവളെ ആരും സംശയിക്കില്ലാന്ന് മുമ്പിൽ കണ്ട് നടത്തുന്ന ബുദ്ധിപരമായ നീക്കമാണെങ്കിലോ? പ്രിയയുടെ ഹിസ്റ്ററി വെച്ചിട്ട് അവൾ എന്തും ചെയ്യും സർ. മധുമിതയെ സ്നേഹസാധനത്തിൽ കയറ്റുന്ന കാര്യം സ്പീഡപ്പ് ആക്കണം. പിന്നെ സ്വാതിയുടെ നാട്ടിൽ നമുക്കൊരു അന്വേഷണം നടത്തണം. അത് ഞാൻ നടത്തിക്കോളാം. അന്ന് അർജുനെ ആക്രമിച്ച നാട്ടില് നമുക്കൊന്ന് പോകേണ്ടി വരും. അവിടൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ചില തുമ്പുകൾ കിട്ടും. കുറച്ച് കാശ് ചെലവാക്കേണ്ടി വരും. അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. വേണ്ട തെളിവ് കിട്ടും. പിന്നെ കോടതിയിലുള്ള അജുവേട്ടന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കണം. പ്രൊഫഷണലായിട്ട് ഏതെങ്കിലും ശത്രുക്കളുണ്ടോ, അജുവേട്ടൻ ജഡ്ജ് ആവുന്നതിൽ ആർക്കെങ്കിലും അസൂയ ഉണ്ടായിരുന്നോ, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം. അർജുൻ സാർ എന്ത് പറയുന്നു ചേച്ചി? മെന്റലി ഓക്കെ അല്ലേ? പൂർണ്ണമായിട്ടും ഓക്കെ ആണെന്ന് തോന്നുന്നില്ല അല്ലേ അച്ഛാ? നമുക്കൊരു വിഷമം തോന്നാതിരിക്കാൻ ഒരു സന്തോഷമൊക്കെ കാണിച്ചു. പക്ഷെ ആത്മവിശ്വാസത്തിലൊരു കുറവ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇല്ല, അർജുൻ ഒരു ബുദ്ധിമുട്ട് പോലൊക്കെ സംസാരിച്ചെങ്കിലും അർജുൻ നല്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, മോളെ നിന്നോടുള്ള വിശ്വാസം കൊണ്ട്. നീ ഇതിന്റെ പുറകിലുള്ളതുകൊണ്ട് വിജയം ഉറപ്പാണെന്ന് അർജുൻ വിശ്വസിക്കുന്നു. അർജുൻ സാറിന് മാത്രമല്ല സർ, ഞങ്ങൾക്കും പൂജേച്ചി ഇപ്പോ വലിയ ആത്മവിശ്വാസമാ. എന്തൊക്കെ സംഭവിച്ചാലും വിജയൻ നമ്മുടെ കൂടെ ആയിരിക്കും എന്നൊരു തോന്നൽ. അമ്മേ, ഞാൻ അമ്മയോട് ഒരു പ്രധാന കാര്യം പറയാൻ പോവുക. ചെവിക്ക് ചെവി അറിയരുത്. നീ പേടിപ്പിക്കാതെ കാര്യം പറയടാ. അമ്മേ, നമുക്ക് മധുമിതയെ സ്നേഹസദനിലേക്ക് കൊണ്ടുവരണം. മനസ്സിലായില്ല. മധുവിനെ നമുക്കിവിടത്തെ സ്റ്റാഫ് ആക്കണം. എന്നിട്ട് വേണം നേരാവണ്ണം പോകുന്ന ഈ ആശ്രമം പൊളിച്ചെടുക്കാൻ. നിന്നെ അതിന് ഞാൻ സഹായിക്കണം അല്ലേ? നീ പോയി പണി നോക്കുമോനെ. എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയവളല്ലേ നിന്റെ ഭാര്യ. ഇനി ഇവിടെ നിന്ന് എന്നെ ഓടിക്കണം അല്ലേ? ഇതിനാണോടാ നീ എന്നോട് സ്നേഹം കാണിച്ചത്? അയ്യോ അമ്മേ, അതല്ല. സ്നേഹമൊക്കെ സ്നേഹം തന്നെ. ഇതിപ്പോ നമുക്കും പൂജയ്ക്കും അർജുനും വേണ്ടിയാ അമ്മയുടെ സഹായം ചോദിക്കുന്നേ. അതിന് ഞാൻ എങ്ങനെ സഹായിക്കാനാ? അർജുൻ ജയിലിലാണെന്ന കാര്യം അമ്മയ്ക്ക് അറിയാലോ. ആ മഹാഭാവി പെണ്ണ് അവളെ തലയിൽ ഇടിച്ചു വീഴും. അർജുൻ മോനെ പുറത്തിറക്കാൻ വേറെ വഴിയൊന്നുമില്ലേ മോനെ? അതിനാ അമ്മയുടെ സഹായം വേണോന്ന് പറഞ്ഞത്. ഞാൻ എങ്ങനെ സഹായിക്കാൻ? ഞാൻ വിളിച്ചു പറഞ്ഞ ജയിലിൽ നിന്ന് വിടുവോ? അതല്ലമ്മേ, അർജുനെ ജയിലിലാക്കിയതിന്റെ പിറകിൽ പലരെയും നമ്മൾ സംശയിക്കുന്നുണ്ട്. അതിലൊരാളാ അതെ, പ്രിയ. പൊന്നുമോനെ, പ്രിയയും കൂടെ അറിഞ്ഞിട്ടായിരിക്കും അർജുൻ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സംശയം ഉറപ്പിക്കണമെങ്കിൽ പ്രിയയുമായി അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരാള് ഇവിടെ വേണം. ഒരു കൂട്ടുകാരിയെ പോലെ അങ്ങ് ഇടപഴകണം. അങ്ങനെ ആയാൽ ചിലപ്പോ പ്രിയയുടെ ഉള്ളിലിരിപ്പൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. പഠിച്ച കള്ളിയ. മനസ്സ് പഠിച്ചിട്ടാ പ്രിയ ഓരോന്ന് ചെയ്യുന്നത്. അവളുടെ മനസ്സിൽ കയറി അവളുടെ വിവരങ്ങൾ പിടിച്ചെടുക്കാമെന്ന് ആരും കരുതണ്ട. അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ അമ്മേ. മധുമിതയും പ്രിയയും പണ്ടേ കൂട്ടാ. രണ്ടിനെയും ഒരു വണ്ടി കെട്ടാം. ആ, അത് സമ്മതിച്ചല്ലോ. അങ്ങനെ ഒരു വണ്ടി കെട്ടുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചാ മധുമിതയ്ക്ക് പ്രിയയോട് കൂടുതൽ അടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം അറിയാൻ പറ്റും. ഓ, മനസ്സിലായി. പ്രിയയുമായിട്ട് അടുക്കാൻ വേണ്ടി മധുമിതയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് നീ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആ, അത് തന്നെ, അത് തന്നെ. ഞാൻ വിശ്വനാഥൻ സാറിനോട് പറയണോ അല്ലേ മധുമിതയെ ഇങ്ങോട്ട് കൊണ്ടുവരണോന്ന്? അത് തന്നെ അമ്മേ. അത് പിന്നെ ചുമ്മാ അങ്ങ് കയറി പറഞ്ഞാലൊന്നും പറ്റില്ല. അമ്മ വിചാരിച്ചാ പക്ഷേ ഇവിടെ ഒരാൾ കൂടെ വരും. അതെങ്ങനെ? അതെ, അമ്മയ്ക്ക് ഇവിടെ ഒരു മാനേജർ ജോലി പോലെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും ക്ഷീണമാണെന്നും ജോലി ചെയ്യാൻ വയ്യാന്നൊക്കെ വിശ്വാസ സാർ അറിഞ്ഞാൽ ഒരാളെ കൂടെ നിയമിക്കാൻ അനുവാദം തരും. ആ സ്ഥാനത്തേക്ക് അതെ നമുക്ക് മധുമിതയെ കൊണ്ടുവരാം. അസുഖമാണെന്ന് ഞാൻ വിശ്വനാഥൻ സാറിനോട് കള്ളം പറയണം അല്ലേ? നീ വേറെ ആരോടെങ്കിലും പറ. നമ്മുടെയൊക്കെ സംരക്ഷകനാണ് ആ വലിയ മനുഷ്യൻ. ആ മനുഷ്യനോട് ഞാൻ കള്ളം പറയണോ അല്ലേ?
പറ്റില്ല മോനെ, നീ വേറെ ആളെ നോക്ക്. വിശ്വനാഥൻ സാറിനോട് കള്ളം പറയണം പോലും. എന്റെ അമ്മേ, വിശ്വാസ് സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് പൂജയാ. പൂജയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, അല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. ഒരു നന്മയ്ക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോ സാറിന് സന്തോഷമേ ഉണ്ടാവൂ. അല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണോ? തെറ്റാ? ഏറ്റവും വലിയ ശരിയാ നമ്മൾ ചെയ്യുന്നത്. എന്നാ പിന്നെ വിശ്വനാഥ സാറിനോട് പറയാല്ലേ, എനിക്ക് ക്ഷീണമാണ്, എന്നെ നോക്കാൻ ഒരാളെ കൂടെ വയ്ക്കണമെന്ന്. അതെ, അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. സാറിന് കൂടെ തോന്നൽ വരണം അമ്മ പറയുന്നത് ശരിയാണെന്ന്. അമ്മയ്ക്ക് എന്തോ ഐഡിയ കിട്ടിയല്ലേ? ഇപ്പൊ കിട്ടി, ഒരു ചെറിയ ഐഡിയ കിട്ടി. വിശ്വനാഥൻ സാറിന്റെ മുമ്പിൽ ഞാനൊരു അഭിനയം നടത്താം. പാവം സാറിനെ ഞാൻ പറ്റിക്കുകയാണെന്ന് അറിയുമ്പോഴ്. പറഞ്ഞില്ലേ അമ്മേ, ഒരു സമയത്ത് എല്ലാം സാറിന് സന്തോഷയാവൂ. സാറ് നമുക്ക് കൈതരും. എങ്കിൽ ശരി, നല്ലൊരു സമയം നോക്കി അവതരിപ്പിക്കാം. അമ്മേ, മധുവന്റി, ദേ നമ്മുടെ കൃത്യമായ പ്ലാനിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കി. സ്നേഹ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ തൽക്കാലം സംശയിക്കേണ്ട കാര്യമില്ല, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജയിലിൽ പോയി അജുവേട്ടനെ കണ്ടു. പരോളിനുള്ള അപേക്ഷ ഒപ്പിട്ട് വാങ്ങി. ഒരു കോപ്പി ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിന് കൊടുത്തു. പിന്നെ ബാക്കിയെല്ലാം ഗവൺമെന്റിന് ഇന്ന് തന്നെ അയക്കും. പിന്നെ ഒന്ന് അച്ഛൻ്റെ കയ്യിലുണ്ട്, ഒന്ന് ഞാൻ ആ ഫയലിൽ വെച്ചിട്ടുണ്ട്. എന്താ അമ്മേ? മധുവന്റി, അല്ല അച്ഛമ്മേ, എന്താ ആർക്കൊരു സന്തോഷമില്ലാത്ത? എന്താ അമ്മേ? ആന്റി, എന്താ കാര്യം? എന്റെ മോന് പരോളും വേണ്ട, ജാമ്യം വേണ്ട. എന്റെ കുഞ്ഞ് അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. മോളെ അപേക്ഷ വലിച്ചു കയറി കളഞ്ഞേക്ക്. അമ്മേ, ആന്റി കാര്യം പറ. മോളെ, എല്ലാം ഇതിനകത്തുണ്ട്. എന്താ ഇത്? ആനന്ദേട്ടന്റെ പേരിൽ ഒരു പാഴ്സൽ വന്നു. അതിൻ്റെ അകത്ത് ഈ പാവയും ഈ കത്തും ഉണ്ടായിരുന്നു. മോളെ ഒന്ന് വായിക്കേ. മോളെ, നീ വായിച്ചില്ലേ? വായിച്ചു അച്ഛമ്മേ. എന്നിട്ട് എന്താ നീ ഒന്നും പറയാത്തെ? നീ വരുന്നവരെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. മാധുരിമോളും മധുമോളും ഇതുവരെ മുകളിൽ കുഞ്ഞിന്റെ അടുത്തായിരുന്നു. അന്വേഷണമൊക്കെ നിർത്താം മോളെ. എനിക്കറിയാം, നീ നമ്മളെല്ലാരും ഒറ്റക്കെട്ടായി അതിന്റെ പുറകെ ആയിരുന്നു. പക്ഷെ തളർന്നു പോയി. വേണ്ട മോളെ, നമുക്ക് നിർത്താം. എന്തിനാ അമ്മേ നമ്മൾ നിർത്തുന്നേ? എന്തിനാ നിർത്തുന്നേന്നോ? മോൾ അതിൽ എഴുതിയിരിക്കുന്നൊന്നും വായിച്ചില്ലേ? വായിച്ചു അമ്മേ. ഇതൊരു ഭീഷണി കത്താ, നമ്മളെ പേടിപ്പെടുത്താൻ വേണ്ടി അയച്ചത്.